രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. തിരുവനന്തപുരം സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. യൂട്യൂബ് വീഡിയോയിൽ വസ്തുത മാത്രമാണ് പറഞ്ഞതെന്നും ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടില്ലെന്നുമാണ് രാഹുലിന്റെ വാദം. ഹരിമോഹനുണ്ട് വിവരങ്ങളുമായി. ഹരി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിത വീണ്ടും രാഹുൽ ഈശ്വർ സൈബർ ഇടത്തിൽ അപമാനിക്കുന്നുവെന്ന് കാട്ടി കഴിഞ്ഞ ദിവസമാണ് പരാതി നൽകിയത്. അതിനെ തുടർന്ന് രാഹുൽ ഈശ്വറിനെതിരെ കേസും എടുത്തിരുന്നു. ഇതിലിപ്പോൾ മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുമെന്നാണ് വിവരങ്ങൾ. തുടർച്ചയായി 16 ദിവസങ്ങൾ ജയിലിൽ കഴിഞ്ഞിട്ടും രാഹുൽ ഈശ്വർ പഠിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരന്തരമായി ജാമ്യാപേക്ഷകൾ തള്ളിക്കളയുന്നു. അതിനുശേഷം ഒടുവിൽ കോടതി കർശനമായിട്ടുള്ള ഉപാധികളോടുകൂടി ജാമ്യം അനുവദിച്ച് രാഹുൽ ഈശ്വർ പുറത്തു വരുന്നു. രാഹുൽ ഈശ്വർ പുറത്തു വന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും അതേ അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ട് അവർക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ വീഡിയോ ചെയ്യുകയാണ്. ആ വീഡിയോയ്ക്കെതിരെ തന്നെ അധിക്ഷേപിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് അതിജീവിത തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുന്നു. ആ പരാതി ഇപ്പോൾ സിറ്റി സൈബർ പോലീസിന്റെ പക്കലുണ്ട്. ആ പരാതിയിന്മേൽ കൂടുതൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കോടതി കർശനമായിട്ടുള്ള ജാമ്യവ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ വ്യവസ്ഥകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലംഘനം സംഭവിച്ചിട്ടുണ്ടോ, അതായത് അതിജീവിതയെ വീണ്ടും അധിക്ഷേപിച്ചിട്ടുണ്ടോ, ഒപ്പം തന്നെ ഈ വീണ്ടും സമാന കുറ്റകൃത്യം ആവർത്തിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പമാണ് രാഹുൽ ഈശ്വറും പുതിയ പരാതിയുമായിട്ട് വരുന്നത്. രാഹുൽ ഈശ്വറിന്റെ പരാതി എന്ന് പറയുന്നത് തനിക്കെതിരെ വ്യാജമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് അതിജീവിതക്കെതിരെ നടപടി വേണമെന്നുള്ള വിചിത്രമായൊരു വാദം അല്ലെങ്കിൽ ആവശ്യം ഉന്നയിക്കുകയാണ് ഇവിടെ രാഹുൽ ഈശ്വർ. ഒപ്പം തന്നെ അതിൽ കേസെടുക്കാത്ത പശ്ചാത്തലത്തിൽ പോലും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ നൽകിയിരിക്കുകയാണ്. അതായത് പോലീസ് ഏത് സമയവും തന്നെ അറസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് രാഹുൽ പറയുന്നത്. എന്തായാലും തൽക്കാലം കേസെടുത്തിട്ടില്ല, അതിൽ കൂടുതൽ പരിശോധന നടക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ വിചിത്രമായ വാദങ്ങളാണ് രാഹുൽ ഈശ്വർ ഉന്നയിക്കുന്നത്. ഹരിമോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.